ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. അപ്പം ഇന്നത്തെ കരിയർ ടോക്സ് നമ്മോടൊപ്പം ഉള്ളത് കൃപയാണ്. കൃപ, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. താങ്ക് യു സർ. ഓക്കെ, കൃപയുടെ സ്ഥലം എവിടാ? എന്റെ നാട് പാലക്കാടാണ്. പാലക്കാടാണ്. ഏത് കോഴ്സ് അവോധ ചെയ്തിരുന്നേ? ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഗ്രാഫിക് ഡിസൈനിങ്. ഇപ്പൊ ഇന്റേൺഷിപ്പിലല്ലേ? കമ്പനി ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഞാൻ അസ്ലിൻ ക്യൂബ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിലാണ് ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. എന്താ ഈ ഗ്രാഫിക് ഡിസൈനിങ് ചൂസ് ചെയ്യാനുള്ള റീസൺ? എനിക്ക് എഡിറ്റിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ ശരിക്കും അവോധയിൽ വന്നപ്പോഴാണ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഞാൻ എഡിറ്റിംഗ് എനിക്ക് കുറച്ച് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അത് ചൂസ് ചെയ്തത്. അടിപൊളിയാണ്. എന്താ പറയാ, ക്ലാസ്സുകളൊക്കെ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതൊന്നും മനസ്സിലാവുന്നുണ്ട്. അടിപൊളി ക്ലാസ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ ഓക്കെയാണ്. നേരത്തെ എന്താ പഠിച്ചിരുന്നാല്? കോളേജ് ഡിഗ്രി എന്തായിരുന്നു? ഡിഗ്രി ഞാൻ ബികോം ആയിരുന്നു. ബികോം ആയിരുന്നു. ഓക്കെ. അപ്പം ബികോമിൽ നിന്നാണ് ഗ്രാഫിക് ഡിസൈനിങ്ങിലേക്ക് വന്നത്. അക്കൗണ്ടിങ്ങിൽ നിന്ന് ഗ്രാഫിക് ഡിസൈനിലേക്ക്. എഡിറ്റിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഫീൽഡ് തിരഞ്ഞെടുത്തതല്ലേ? അതെ അതെ. എഡിറ്റിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. പക്ഷെ ഗ്രാഫിക് ഡിസൈനിങ്ങുള്ള കോഴ്സ് ഉണ്ടെന്നുള്ളത് എനിക്ക് ഇതിനു മുമ്പ് അറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ എടുക്കുന്ന ടൈമിൽ അവോധയെ പറ്റി എങ്ങനെ അറിഞ്ഞു? ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് അവോധയെ കുറിച്ച് ആദ്യം അറിഞ്ഞത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ ഒരു കൂട്ടുകാരിയാണ് അതെനിക്ക് ഷെയർ ചെയ്ത് തന്നത്. അതിനുശേഷം അവൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ് എടുത്ത് ജോയിൻ ചെയ്തോളൂ പറഞ്ഞു. പിന്നെ അതിൽ മാമിനെ വിളിച്ച് സംസാരിച്ചു. അപ്പൊ അവിടെ എനിക്ക് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള റീപ്ലൈ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്കൊന്ന് ജോയിൻ ചെയ്യാന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. ആദ്യം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് എടുത്തത്. അപ്പൊ എനിക്ക് അതെന്തോ ഒരു അത്ര ഓക്കെ അല്ലാന്ന് ഞാൻ മാമിനോട് പറഞ്ഞപ്പോ മാം പറഞ്ഞു, നിനക്ക് വേറെ വേണമെങ്കിൽ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഗ്രാഫിക് ഡിസൈനിങ്. എഡിറ്റിംഗ് എന്നൊരു ഇൻട്രസ്റ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗ്രാഫിക് ഡിസൈനിലേക്ക് വന്നു. ഗ്രാഫിക് ഡിസൈൻ ക്ലാസ് ചൂസ് ചെയ്തിട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു അല്ലേ? ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഞാൻ ചില ഡൗട്ടുകളൊക്കെ ഞാൻ യൂട്യൂബ് നോക്കി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളൊക്കെ ക്ലാസ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന സമയത്ത് അത് എനിക്ക് ഓക്കെ ആയിരുന്നു. ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നോ? ഡൗട്ട് ക്ലിയറൻസ് സെഷൻ? ലൈവ് സെഷൻ ഇല്ല. ആ ടൈം എന്നാ കൃപ അറ്റൻഡ് ചെയ്തിരുന്നല്ലേ? ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത ഏത് ടൈമിലായിരുന്നു? ഞാൻ ക്ലാസ് മുഴുവനായി കംപ്ലീറ്റ് ചെയ്തത് കുറച്ചായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ ഇന്റേൺഷിപ്പിന് ജോയിൻ ചെയ്തു. ഫാസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തു. ജാപ്പ് വഴിയല്ലേ ജോയിൻ ചെയ്തത്? അതെ. അപ്പം ജാപ്പിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ജാപ്പിന്റെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ജാപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ആൾക്കാർക്ക് കിട്ടുന്ന ഒന്നാണ് ഈ ജാപ്പ് എന്ന് പറയുന്നത്. ശരിക്കും ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കേണ്ട ആവശ്യം നമ്മൾക്ക് അവിടെ വരുന്നില്ല. അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മളുടെ മുന്നിൽ ജാപ്പ് ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു നല്ലൊരു കാര്യമായിട്ട് ഫീൽ ചെയ്തു. അവോധയില് അഡ്മിഷൻ എടുക്കുന്ന ടൈമില് ഫസ്റ്റ് കേട്ടാണ് 2800 എന്നൊരു ഫീ സ്ട്രക്ചർ അല്ലെ? ഗ്രാഫിക് ഡിസൈൻ പോലുള്ള കോഴ്സ് അവോധയില് 2800 ചെയ്ത വെറുതായിരിക്കും തോന്നിയിരുന്നു. നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. വെറും ജസ്റ്റ് ഒരു അത്ര എമൗണ്ട് ഉള്ളെങ്കിലും നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾക്ക് ഇപ്പൊ ഞാൻ ചെയ്യുന്ന ആദ്യമൊന്നും പെർഫെക്റ്റ് അല്ലായിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യം പെർഫെക്റ്റ് ആയി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പ്രൗഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ നന്നായി എഡിറ്റിംഗ് ഒക്കെ ചെയ്യും. ജസ്റ്റ് നമ്മൾ ഫോണിൽ എഡിറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണെന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. പക്ഷെ അങ്ങനെയല്ല. ഒരുപാട് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിലേക്ക് വന്നപ്പോഴത്തേക്ക് പുതിയ സോഫ്റ്റ്വെയർസ് അല്ലേ? അതെ, സോഫ്റ്റ്വെയർസ് എല്ലാം ഒരുപാട് ടൂൾസും കാര്യങ്ങളും എല്ലാം ഡിഫറെന്റ് ആയിരുന്നു എനിക്ക് മനസ്സിലായി. അപ്പം ഈ കോഴ്സ് എടുക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ ബികോം അല്ല അക്കൗണ്ടിങ്ങിന്റെ ഒരു മേഖലയിൽ നിന്നും ഗ്രാഫിക് ഡിസൈനിങ്ങിലേക്ക് വന്നപ്പം ഫാമിലിയുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അവർ സപ്പോർട്ടീവ് ആയിരുന്നോ? അവരെല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആണ്. കാരണം എന്റെ ഇഷ്ടമാണല്ലോ, എന്റെ ഇഷ്ടം എന്റെ തീരുമാനം. അതുകൊണ്ട് അവർ സപ്പോർട്ടീവ് ആണ്. അപ്പൊ അവര് സാറ്റിസ്ഫൈഡ് ആണ്. സാറ്റിസ്ഫൈഡ് ആണ്. അതെ അതെ. അപ്പം കൃപ ഇത്ര ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് താങ്ക്സ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് കരിയർ ടോക്സ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. മിനാർ ഫിലിം അക്കാദമി എന്ന് പറഞ്ഞ ഒരു അക്കാദമിയിലാണ്. എനിക്ക് SBI ക്യാപ്പിലാണ് ജോലി റെഡി ആയിരിക്കുന്നത്. മൈത്ര കമ്മോഡിറ്റീസ്.